കൊല്ലം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ ഹൃദയവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ എയർ ആംബുലൻസ് പുറപ്പെടും. കൊച്ചിയിൽ അല്പസമയത്തിനകം ആ ഹൃദയം എത്തിക്കുകയും ഇവിടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യും. അലക്സ് റാം മുഹമ്മദാണ് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അലക്സ്, അവിടെയെല്ലാം സജ്ജമായിട്ടില്ലേ? എയർ ആംബുലൻസിലേക്ക് ഉടൻ തന്നെ ആ ഹൃദയം മാറ്റുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണ, തീർച്ചയായും. അതായത് ഈ സർജറി നടന്ന ബ്ലോക്കിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു സമയതാമസം മാത്രമാണ്. ഈ വിദഗ്ധ ഉള്ളവർ ഈ ഹൃദയം വേർതിരിച്ച ഹൃദയവുമായി പുറത്തേക്ക് വരുന്നുണ്ട്. അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പുറത്ത് സജ്ജീകരിച്ച കേസോട്ടയുടെ വാഹനത്തിലേക്ക് ഹൃദയം എത്തിക്കും. അതിനുശേഷം റോഡ് മാർഗം ഇവിടെ നിന്ന് 200 മീറ്റർ അപ്പുറമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലെ എയർ ആംബുലൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കും. എയർ ആംബുലൻസിൽ പൈലറ്റുമാരടക്കം സജ്ജമാണ്. അവിടെ വാഹനം ക്രമീകരിക്കുന്ന നടപടികളും മറ്റുമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇവിടെ തന്നെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പൈലറ്റ് നിൽക്കുകയാണ് ഈ വാഹനത്തിന്. അതായത് ഹൃദയം കൊണ്ട് ഈ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വാഹനത്തിന് പൈലറ്റ് നിൽക്കുകയാണ്, പോലീസ് ഉദ്യോഗസ്ഥരടക്കം. നിമിഷങ്ങൾക്കുള്ളിൽ ഹൃദയവും കൊണ്ട് പുറത്തേക്ക് വരും എന്നുള്ളത് പ്രതീക്ഷിക്കാം. കൊല്ലം മുക്കാട്ടുകുന്നിൽ വെച്ചാണ് 14-ാം തീയതി ഈ ഷിബുവിന് ബൈക്ക് അപകടം ഉണ്ടാകുന്നത്. അദ്ദേഹം ഹോട്ടൽ ജീവനക്കാരനാണ്, കഴക്കൂട്ടത്താണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് ബൈക്ക് അപകടം ഉണ്ടാകുന്നത്. തുടർന്ന് 15-ാം തീയതി അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെയാണ് അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ബന്ധുക്കൾ അവയവദാനത്തിന് സമ്മതം നൽകിയതിനു ശേഷം അതായത് അക്ഷരാർത്ഥത്തിൽ വലിയ മഹാദാനം തന്നെ നടന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഹൃദയത്തോടൊപ്പം വൃക്കകൾ, കരൾ, നേത്രപടലങ്ങൾ, അതായത് കണ്ണ്, ചർമ്മം എന്നിവയൊക്കെ ദാനം ചെയ്യുന്നുണ്ട്. ഈ ഹൃദയം ഷിബുവിൻ്റെ, അതായത് 47 വയസ്സുകാരനായ കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ കൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശി ഷിബുവിൻ്റെ ഹൃദയം തുടിക്കാൻ പോകുന്നത് അത് നേപ്പാൾ സ്വദേശിയിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ നിയമവ്യവഹാരങ്ങൾക്ക് ശേഷമാണ് നേപ്പാൾ സ്വദേശി ദുർഗയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട മുൻഗണനാക്രമം നിശ്ചയിച്ചു കിട്ടുന്നത്. അതിന് ഹൈക്കോടതിയുടെ അടക്കം ഇടപെടൽ വേണ്ടി വന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്താണെങ്കിലും ഹൃദയം അനുവദിച്ച് കിട്ടിയിരിക്കുന്നു ദുർഗയ്ക്കുള്ള ഹൃദയവുമായി തിരുവനന്തപുരത്തു നിന്നുള്ള എയർ ആംബുലൻസ് പറന്നു പോകും. പൂർണ്ണമായി സർക്കാർ സംവിധാനത്തിന് കീഴിൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ തന്നെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നു. അവിടെ നിന്ന് ഹൃദയം മാറ്റിവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു, ആ ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു. അതിനുശേഷം മറ്റൊരു സർക്കാർ ആശുപത്രി, അതായത് ഒരു ജില്ലാ ആശുപത്രിയിലേക്ക് ഹൃദയം മാറ്റിവെക്കലിന് വേണ്ടി ആ ഹൃദയം കൊണ്ടുപോകുന്നു. അവിടെ നിന്നടക്കമുള്ള ഡോക്ടർമാർ ഇവിടേക്ക് എത്തിയാണ് ഈ ഹൃദയം വേർതിരിച്ചത്. ഇനി ഈ ഡോക്ടർമാരുടെ സംഘം ഹൃദയം ഇവിടെ നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും. ഇത് രാജ്യത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി, പൊതുജനാരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായി വേണം വിലയിരുത്താൻ. അതായത് രാജ്യത്ത് തന്നെ ഒരു ജില്ലാ ആശുപത്രിയിൽ, ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിട്ടില്ല. അതിന് വേദിയാവുകയാണ് എറണാകുളം എറണാകുളം ജനറൽ ആശുപത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ സംബന്ധിച്ച് മുമ്പും അതായത് ആരോഗ്യ മേഖലയിൽ പല നാഴികക്കല്ല് നമ്മൾ താണ്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ്. 10ഓളം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതിനോടകം നടന്നിട്ടുണ്ട്. ഹൃദയവും കൊണ്ട് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്, ദൃശ്യങ്ങളിലുണ്ട്. അതായത് ഈ ഡോക്ടർമാരുടെ സംഘമടക്കം ഹൃദയം കൊണ്ട് പുറത്തേക്ക് വരുന്നു. കേസോട്ടയുടെ വാഹനം സജ്ജമാണ്. ആ ബോക്സാണ് നമ്മൾ കാണുന്നത്. ആ ബോക്സിലേക്ക് ഹൃദയം മാറ്റുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അത് മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ നിന്നത് കേസോട്ടയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അടക്കം നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. അതായത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ഹൃദയം ഈ എയർ ആംബുലൻസിൽ നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗ്രൗണ്ടിലേക്ക് എത്തിക്കും. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഉദ്യോഗസ്ഥരെയാണ് കാണുന്നത്, കേസോട്ടയുടെ വാഹനമാണ് കാണുന്നത്. എല്ലാ സജ്ജീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ എയർ ആംബുലൻസിലേക്ക്, അതായത് ഹെലികോപ്റ്ററിലേക്ക് ഹൃദയം എത്തിക്കും. അവിടെ നിന്ന് ഡോക്ടർമാരുടെ സംഘം എയർ ആംബുലൻസിൽ തന്നെ എറണാകുളം മെഡിക്കൽ കോളേജിൽ, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേസോട്ടയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് കൂടിയിട്ട് സർ, ഒരു സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ്. കാരണം ഒന്ന് സർക്കാർ ആശുപത്രി കൊടുക്കുന്നു, സർക്കാർ ആശുപത്രി റിസീവ് ചെയ്യുന്നു. ഏറ്റവും പാവപ്പെട്ട രോഗിക്കാണ് നമ്മൾ ഈ ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഒരു അനാഥയായ നേപ്പാളി ഇതാണ്. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ടേ നമ്മൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പോലീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് അവരെ അയച്ചിട്ട് വരട്ടെ, അയച്ചു തരട്ടെ. അത്തരത്തിൽ തിരക്കുണ്ട് എന്നാണ് കേസോട്ടയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വ്യക്തമാക്കിയത്. ഒരു സർക്കാർ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട നാഴികക്കല്ലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് ഒരു സർക്കാർ ആശുപത്രിയിൽ ഈ ഹൃദയം റിട്രീവ് ചെയ്യുന്നുള്ള നടപടികൾ നടക്കുന്നു. എയർ ആംബുലൻസിന് സമീപമാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആ മിടിക്കുന്ന ഹൃദയവുമായി കാർ എയർ ആംബുലൻസിനരികത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ആ എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് തിരിക്കും, അല്ലേ?
ക്രിസ്റ്റീന, ഇപ്പോൾ സമയം കൃത്യം 2 മണിയായിട്ടുണ്ട്. 2 മണിക്കാണ് ഇപ്പോൾ ഈ ജീവൻ തുടിക്കുന്ന ഹൃദയവുമായി അല്പസമയത്തിനകം തന്നെ ഈ എയർ ആംബുലൻസിൽ നിന്നും അത് പറന്നുയരും. ജീവൻ തുടിക്കുന്ന ഹൃദയവുമായി അത് എറണാകുളത്തേക്ക് പറന്നുയരും. നമുക്കറിയാം, ഇന്ന് ഉച്ചയ്ക്ക് 11:20 ശസ്ത്രക്രിയ ആരംഭിച്ചത്. ശസ്ത്രക്രിയ ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു. അതിനുശേഷമാണ്, അതായത് ഈ അവയവങ്ങൾ ഒന്ന് മാത്രമല്ല, 7 പേർക്ക് ജീവൻ നൽകുന്ന അവയവങ്ങളാണ് ഷിബു നൽകുന്നത്. അങ്ങനെ ആ അവയവദാനത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം വഹിക്കുകയാണ് തലസ്ഥാന നഗരം. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. അത് ഹെലികോപ്റ്ററിലേക്ക്, ആ എയർ ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. അത് ഡോക്ടർമാരുടെ സംഘമുണ്ട്, പൈലറ്റ് ഉണ്ട്, അങ്ങനെ അതിവിദഗ്ധരായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരടക്കമുണ്ട്. അങ്ങനെ ഇത് 45 മിനിറ്റ് മുതൽ 55 മിനിറ്റ് വരെ, ഏകദേശം 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂറിനുള്ളിൽ വരെ ഈ തിരുവനന്തപുരത്ത് നിന്ന്, ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ടത് 2 ജില്ലകൾ കടന്ന് ഏകദേശം 200 കിലോമീറ്റർ കടന്ന് അത് എറണാകുളം ജില്ലയിലെ ഹയാത്തിലേക്ക് എത്തും. ഹയാത്തിലേക്ക് എത്തിയ ശേഷം റോഡ് മാർഗം അവിടെ നിന്ന് 3.5 കിലോമീറ്റർ മാത്രമാണ് എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിലേക്കുള്ള ദൂരം. അങ്ങനെ അവിടെ ഉച്ചയ്ക്ക് ഏകദേശം 2:45 തന്നെ ഈ ജീവൻ തുടിക്കുന്ന ഹൃദയവുമായി ഷിബു നൽകുന്ന, അതായത് ഈ ജീവൻ തുടിക്കുന്ന ഹൃദയവുമായി അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ ഏറെ നേരം കാത്തുനിന്നാണ്. ദ്രുതഗതിയിലുള്ള നീക്കങ്ങളായിരുന്നു, എല്ലാം വേഗത്തിലായിരുന്നു. ഷിബുവിന്റെ മരണം സംഭവിക്കുന്നത് ഇന്നലെയോടുകൂടിയായിരുന്നു. അങ്ങനെ വീട്ടുകാർ, ബന്ധുക്കൾ ഇതിനും ഈ അവയവദാനത്തിന് സമ്മതം നൽകി. അങ്ങനെ മഹാദാനത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ തലസ്ഥാന നഗരത്തിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. പക്ഷേ രാവിലെ തന്നെ അത് ഇന്റർനാഷണൽ, അതായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും കൊണ്ടുപോകാമെന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷേ ഇവിടെ നിന്നും, അതായത് മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ വിമാനത്താവളത്തിലേക്ക്. പക്ഷേ റോഡ് മാർഗമുള്ള സങ്കീർണതകൾ ഒഴിവാക്കാം, റിസ്ക് ഒഴിവാക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നും 300 മീറ്റർ മാത്രം, മെഡിക്കൽ കോളേജിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ അതിനു വേണ്ടിയിട്ട് വളരെ മണിക്കൂറുകൾ കൊണ്ട്, അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ടാണ് അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ചിപ്സൺ എന്ന ഒരു കമ്പനിയുടെ സ്വകാര്യ ഹെലികോപ്റ്ററാണ് അത്, എയർ ആംബുലൻസ് ആണ്. ആ എയർ ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. ഫയർഫോഴ്സ് അടക്കം ജില്ലയിലെ എല്ലാ സർവ്വസന്നാഹങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായി മണിക്കൂർ, അതായത് ഏകദേശം 1 മണിക്കൂറുകൾ കൊണ്ട് ഈ ഹെലിപ്പാഡ് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ശരിയാക്കുന്നു. ഇനിയിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. അല്പനിമിഷങ്ങൾക്കകം തന്നെ ജീവൻ തുടിക്കുന്ന ഹൃദയവുമായി എയർ ആംബുലൻസ് പറന്നുയരും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 200 കിലോമീറ്റർ ദൂരെ മറ്റൊരു ജീവൻ കാത്തു നിൽക്കുകയാണ്. ഈ ഹൃദയം എത്തിയ ശേഷം ആ ജീവൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ ആംബുലൻസ് ഉടൻ തന്നെ പുറപ്പെടും. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായ ഒരു ജില്ലാതല ആശുപത്രിയിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു എന്ന മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഈ വർഷം ഇത് 24ാമത്തെ അവയവദാനം കൂടിയാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന വലിയ പ്രത്യേകതയുണ്ട്. നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ 10ഓളം ഹൃദയ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ചരിത്ര നിമിഷമാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ എല്ലാ അവയവങ്ങളും, വൃക്കകളും ഹൃദയവും കരളും നേത്രപടലങ്ങളും ചർമ്മവും വരെ മലർക്കായി ദാനം നൽകുന്നു. ആ വലിയ മഹാദാനത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം അതൊരു തലസ്ഥാന നഗരം തന്നെ ആയിരിക്കുന്നു. കൊല്ലം സ്വദേശിയായ ഷിബുവാണ് ഈ മഹാദാനം നടത്തുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ കേരളം മാറുകയാണ്. അത് ചരിത്രത്തിൽ തന്നെ, രാജ്യത്ത് തന്നെ ഒരു ജില്ലാ ആശുപത്രിയിൽ ഇത്രയും വലിയ സങ്കീർണതകൾ നിറഞ്ഞ, വളരെ സങ്കീർണത നിറഞ്ഞ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. 45 മിനിറ്റ് കൊണ്ട് അത് എറണാകുളത്തേക്ക് എത്തുമ്പോൾ ഒരു പുതിയ ചരിത്രമാകും. ഇന്ന് ഈ ശസ്ത്രക്രിയ പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ, രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അതൊരു പുതുനാമ്പായി മാറും. അങ്ങനെ ഷിബു എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഴുവൻ ശരീര അവയവങ്ങളും ദാനമായി നൽകുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വലിയ മനസ്സിനെ നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ മരണം നമുക്ക് ദുഃഖവാർത്ത തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അതിനുശേഷം ചെയ്ത ഈ മാതൃകാപരമായിട്ടുള്ള നീക്കം, അല്ലെങ്കിൽ തീരുമാനം, അത് രാജ്യത്തിന് തന്നെ വലിയൊരു മാറ്റം സംഭവിക്കുന്നതാണ്. എന്താണെങ്കിലും സർവ്വസന്നാഹങ്ങളും ഉണർന്നു പ്രവർത്തിച്ചു. മണിക്കൂറുകൾ കൊണ്ട് വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു നീക്കത്തിന് വളരെ ലളിതമായി തന്നെ ഇവിടെ കാണാൻ നമുക്ക് കഴിഞ്ഞു. അത്രത്തോളം നീക്കമായിരുന്നു. കാരണം റോഡ് മാർഗം കൊണ്ടുപോകുന്നതിൻ്റെ സങ്കീർണതകൾ ആദ്യം ആലോചനയിൽ അത് അങ്ങനെയുള്ള റിസ്കുകൾ വേണ്ട എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തിയപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തുള്ള മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് തന്നെ തിരഞ്ഞെടുത്തതും ആ ഗ്രൗണ്ട് ഹെലിപ്പാഡിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുക്കിയതും അതിനുള്ള ക്ലിയറൻസ് അടക്കമുള്ള, കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉറപ്പാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. എന്താണെങ്കിലും 45 മുതൽ 55 മിനിറ്റ് വരെ സമയമാണ് ഇവിടെ നിന്ന് 200 കിലോമീറ്റർ, അതായത് 2 ജില്ലകൾ കൊല്ലവും ആലപ്പുഴയും കടന്ന് എറണാകുളം ഹയാത്തിലെ ഹോട്ടലിലെ ഹെലിപ്പാഡ് എത്തി. അവിടെ നിന്ന് 3.5 കിലോമീറ്റർ മാത്രം താണ്ടിയായിരിക്കും ഇത് ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൃക്കയും
കരളും ഹൃദയവും നേത്രപടലങ്ങളും ചർമ്മവുമാണ് ഈ മഹാദാനത്തിന്റെ ഭാഗമായി മറ്റുള്ളവർക്ക് പകുത്തു നൽകുന്നത്. അല്പനിമിഷത്തിന് ശേഷം ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ അത് പുതുനാമ്പ, അതായത് ഈ ഹൃദയം, ജീവൻ തുടിക്കുന്ന ഹൃദയമായി അത് പറന്നുയരും. ക്രിസ്റ്റീന, തീർച്ചയായും കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല മറ്റൊരു ചരിത്ര ദൗത്യത്തിന്റെ കൂടി ഭാഗമാവുകയാണ്. ജില്ലാതലത്തിൽ ഒരു ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ രാജ്യത്ത് തന്നെ ആദ്യമായാണ് നടക്കാൻ പോകുന്നത്. ഇതാ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും മിടിക്കുന്ന ഹൃദയവുമായി കൊല്ലം സ്വദേശി ചിറക്കൽ സ്വദേശിയായ അപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച ഷിബുവിന്റെ ഹൃദയം, ആ മിടിക്കുന്ന ഹൃദയവുമായി വൈദ്യസംഘം എയർ ആംബുലൻസിൽ ഹെലികോപ്റ്ററിൽ പറന്നു വരികയാണ്. കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന്റെ ഹെലിപ്പാഡാണ് ലക്ഷ്യം. അവിടെ കൊച്ചിയിൽ ദുർഗ എന്ന നേപ്പാൾ സ്വദേശിനി 23-കാരി കാത്തിരിക്കുന്നുണ്ട്. ഷിബുവിന്റെ ഈ ഹൃദയത്തിനായി ഏറെ നാളായി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ദുർഗയ്ക്കാണ് വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു ഹൃദയം മാറ്റിവെക്കലിനുള്ള അവസരമൊരുങ്ങുന്നത്. നമ്മൾ പറയാറുണ്ട് ഹൃദയം കയ്യിൽ പിടിച്ച അവസ്ഥ എന്നൊക്കെ. ഇതാണ് ആ ദൃശ്യങ്ങൾ കൃത്യമായി അത് അന്വർത്ഥമാക്കുന്നതാണ്. ദൃശ്യങ്ങൾ ഷിബുവിൻ്റെ 47 വയസ്സുകാരനായ ഷിബുവിൻ്റെ മിടിക്കുന്ന ഹൃദയവുമായാണ് ആ വൈദ്യസംഘം ആശുപത്രിക്ക് പുറത്തേക്ക് വന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്, അതും ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന്. അടുത്തത് പോകുന്നതും എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.